തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നു. അപ്പോൾ UDF ഇത്ര ഒരു ഭൂരിപക്ഷത്തിന് അധികാരത്തിലെത്തുമെന്ന് കരുതിയിരുന്നു. ഒരു കാര്യമായിട്ടുള്ള വികസനങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല, പറയുന്നല്ലാതെ കാര്യമായിട്ടുള്ള വികസനങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല, എന്നാലും UDF ജയിക്കുമെന്നൊരു ഉണ്ടായിരുന്നു. വിജയം വളരെ നല്ല തന്നെയായിരുന്നു. പക്ഷെ അത് ഭരണ വിരുദ്ധപ്രകാരമുള്ള വ്യക്തിക്കെതിരായിട്ടുള്ളൊരു വോട്ടെടുപ്പാണെന്നായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഭരണം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഭരണത്തിന് വേറെ വ്യത്യാസം കുഴപ്പമൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ഒരു ഏകാധിപത്യത്തിൻ്റെ പ്രവണതയ്ക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്താണ്. ഇപ്പോൾ ജയിച്ചാന്ന് വെച്ചിരുന്നാൽ ജയിക്കണം, മാറിയും തിരിഞ്ഞ് വരണ്ടേ. അപ്പോൾ ഒരു ഭരണം അവർ ഭരിക്കിട്ട് 5 വർഷം ഭരിക്കിട്ട് നല്ല ഭരണം വെക്കിട്ട് നല്ല ഭരണം ഭരിച്ച് അടുത്ത പ്രാവശ്യം അവർക്ക് കിട്ടും. ഒന്നും പറയില്ല, എന്നാലും ഒന്നും പറയില്ല. കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകിയല്ലോ, പ്രാവർത്തികമാക്കിയിട്ട് പറയാം. ഇവർ കാണിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ അത് കണ്ടത്. ജനങ്ങളെ മണ്ടന്മാരൊന്നും അല്ലല്ലോ എല്ലാവരും, അല്ലേ? ഈ ഭരണവും പോലീസിൻ്റെ ക്രൂരതയും ഗുണ്ടായുസവും മയക്കുമരുന്നും ഇതെല്ലാം ഈ ഭരണകാലത്തുണ്ടായതാണ്. അതിന് മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തൊന്നും ഇത്രയും അധികം ഗുണ്ടായുസങ്ങളോ ബാക്കിയൊന്നും നടന്നിട്ടില്ല. ഇപ്പം അതല്ല, ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് നേരെ ചൊവ്വേ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അധികാരത്തിൽ വന്നാലും ആര് വന്നാലും നമ്മൾ കഷ്ടപ്പെടുമെന്നല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവരുടെയൊക്കെ ചെന്ന് വല്ലതും ചോദിച്ചാൽ നമുക്ക് തരുമോ? ഒന്നും തരില്ല. 5 കൊല്ലം ഭരിക്കട്ടെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ല. UDF ഭരിച്ചു നോക്കട്ടെ. കഴിഞ്ഞ 10 വർഷം LDF അല്ലേ നമ്മെ നയിച്ചത്. അവർക്കൊരവസരം കൊടുക്കുന്നതിൽ വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല ജനങ്ങൾ നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ഒരു മാറ്റം തന്നെയല്ലേ. കമ്മ്യൂണിസ്റ്റ് വരണം, കോൺഗ്രസ് വരണം, പിന്നെ കമ്മ്യൂണിസ്റ്റ് വരണം. അപ്പം നല്ലൊരു ഭരണം വേണം. അഴിമതി കുറയണം, സ്വജനപക്ഷപാതം കുറയണം, ആൾക്കാരുടെ വിഷമം മാറണം. ഇതൊക്കെയല്ലേ നമ്മുടെ ആവശ്യം. കാരണം തുടർ ഭരണം അത് ഒരിക്കലും അത് ശരിയാവില്ലല്ലോ. അപ്പം പിന്നെ ഭരണം മാറി വന്നാലല്ലേ ജനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതികളൊക്കെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടായി. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അതിനെ അപേക്ഷിച്ചാകുമ്പോഴത്തേക്കും നമുക്കിവിടെ കാര്യമായിട്ടുള്ള പ്രോജക്ട്സോ ഒന്നും വരുന്നില്ല. മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡള്ളായിരുന്നു. ഒരു മെയിനായിട്ടുള്ള ഒരു ആക്റ്റീവ് അല്ലായിരുന്നു മാർക്കറ്റ്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും പല കാര്യങ്ങൾ നമ്മളെപ്പോഴും അവരെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു നല്ലൊരു ഭരണം വരണം ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ നന്നായിട്ട് ഭരിച്ചാൽ കൊള്ളാം. നമുക്കൊരു മാറ്റം വേണമല്ലോ ഇവിടെ. ജനങ്ങളെ തിരഞ്ഞെടുത്തു, ജനങ്ങൾ ഒന്നിച്ചു ഒന്നുപോലെ ചിന്തിച്ചു. അത് തന്നെയാണ് കാരണം.